ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാ പ്രാവശ്യവും കണക്കല്ല ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ കൊണ്ട് നമുക്ക് ഇരുന്നുകൊണ്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. എവിടെ ഇരിക്കുന്നത്? വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം എന്തോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് 2 ദിവസം ഒരു പണി കിട്ടി. പണിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഹോൺ കണ്ടില്ലേ, ആ ഹെഡ്ലൈറ്റിൻ്റെ താഴെ. അപ്പം ഈ ഹെഡ്ലൈറ്റിൻ്റെ താഴെ ഇരിക്കുന്ന ഈ ഫോണ്, ഹോൺ, ആ ഹോൺ എനിക്ക് എന്തോ ഞാനായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഞാനെൻ്റെ കൂട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്താ പറയുക, അവൻ്റെ അടുത്ത് പറഞ്ഞടാ, ആദ്യം പറഞ്ഞടാ മര്യാദയ്ക്ക് കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ അത് കേട്ടില്ല. എനിക്ക് അത്യാവശ്യം വണ്ടി പണിയുന്നുള്ളതുകൊണ്ടേ വണ്ടി ഇലക്ട്രോണിക്സ് എല്ലാം അറിയത്തില്ലെങ്കിലും നോക്കാമെന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്തപ്പോൾ പക്ഷേ അവരടുത്ത് കറണ്ട് വരുന്നില്ല. പിന്നെ ടാങ്ക് എല്ലാം അയച്ചു നോക്കിയിട്ടൊന്നും വരുന്നില്ല. സ്ഥലം പറഞ്ഞാൽ കുളമാക്കണ്ട കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ കൊടുക്കാൻ വേണ്ടി ഇതും കൊണ്ട് നമ്മുടെ ഇപ്പോൾ ടൗണിൽ പോയി. അവനറിയുന്ന കടയുടെ 100 കൊടുത്തതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടി ജസ്റ്റ് ടാങ്ക് എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആ ചോമ്പിൽ ആ സെറ്റ് ഉണ്ടല്ലോ അത് വെച്ചില്ല. അല്ലാതെ ഒരു പത്തായ രീതിയിൽ വണ്ടി കറക്റ്റ് ഫിറ്റിങ് ചെയ്തില്ല. ജസ്റ്റ് ഞാൻ പാർട്സ് എല്ലാം ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴേ അവർക്ക് എന്താ എനിക്കറിയാം, അഴിച്ചു നോക്കേണ്ടി വരുമെന്ന് അറിയാം. അപ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ കറണ്ട് വരുന്നതായിരുന്നു. അവർ നോക്കുമ്പോൾ മൊത്തം കുളമായി കിടക്കുന്നു. ഈ ഇഗ്നീഷൻ ഓണാക്കുമ്പോൾ ഓഫാക്കുമ്പോൾ ഓണാവുന്നു. അത് ഞാൻ മറ്റേ ചെയ്ത് കുളമായത്. ഞാൻ പറഞ്ഞ വേറൊരാളേലും ഒരു പണിയെ കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ചെയ്ത് ആ പടം കുളമായതെന്ന് പറഞ്ഞു കേട്ടോ. അതായത് പുള്ളിക്കാരൻ ചെയ്ത് ആ പാടെ സീനാക്കി തന്നേന്ന് പറഞ്ഞ്. അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് പിന്നെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരാളെ കൊടുത്ത്. പിന്നെ നമ്മൾ തൽക്കാലം തട്ടിക്കൂട്ടി കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് നോക്കി, അവരൊന്നും അയച്ചല്ല. അവസരം ഞാൻ ഇടയ്ക്കിടെ ചുമ്മാ ചോദിച്ചത്, അതായത് ഇങ്ങനെ ഈ വയറിങ് കിറ്റ് മാറാൻ പറ്റുമെന്ന് പറഞ്ഞ് ചോദിച്ചു. മൊത്തത്തിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറഞ്ഞ് വയറിങ് കിറ്റ് മാറുന്നതല്ല, കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതിൻ്റെ വയറിങ് മൊത്തം കുള കിടക്കണം. എൻ്റെ പറഞ്ഞ് ഇത് മൊത്തം പോയി കിടക്കുക, അത് വേറെ കൊണ്ട് മാറി എടുത്തോളം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മാറാം, പുള്ളി അവർ പറഞ്ഞല്ലേ മാറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ഇത് മൊത്തം അയച്ചു തന്നു അവർ കയ്യിൽ. ഇതിൻ്റെ വയറിങ് സെറ്റ്, ഇഗ്നീഷൻ, അതുപോലെ ഈ പറയുന്ന സ്വിച്ചിനകത്ത് ഹോണ്ട സ്വിച്ചിന് വർക്ക് ചെയ്യുന്നില്ലായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സ്വിച്ച് ബോർഡ് അയച്ചു തന്നിട്ട് ഞാൻ നേരെ അതും കൊണ്ട് ഞാൻ കൂട്ടാണ് പോകാമെന്ന് പറഞ്ഞ് വന്ന. വീട്ടിലെത്തിയപ്പം എൻ്റെ പൈസ ഇല്ലെന്ന് അവൻ ചോദിച്ചാൽ, അവന് വീട്ടിലെടുത്താൽ തൽക്കാലം കടവാട്ടെങ്കിലും ചോദിക്കാടാ, അത് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ നമുക്ക് പണി സെറ്റ് ആകുമ്പോൾ കൊടുക്കാമെന്ന് രീതി പറഞ്ഞു. അപ്പോൾ ഓക്കെ എങ്കിൽ എന്ന് പറഞ്ഞാൽ അവനും വന്നു. അവന് സംശയം അവിടെ കിട്ടുമോ പൈസ. അവൻ വരുന്ന വഴിക്ക് പറഞ്ഞാൽ മിക്കവാറും ഇത്ര വലിയ പൈസ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അവസാനം ഞാൻ ഒരു നിവൃത്തിയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ആ കൂട്ടാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിക്കൊണ്ട്, അതായത് അങ്ങനെ കിട്ടിയില്ലെന്ന് പറയാം. അങ്ങനെ വണ്ടിയുടെ സാധനം കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് ഞാൻ തള്ളിക്കൊണ്ടുവന്നു. അത് വലിയ വിറ്റായിരുന്നു ചേച്ചി. ആ തള്ളി പിന്നെ എൻ്റെ ചെറുക്കാനെ ചാർജ് സെറ്റ് ചെയ്യാൻ വിടുവോ? ഞാനും അതിനുള്ള ബന്ധം ഉള്ളതുകൊണ്ട് അവൻ വലിയ ബുദ്ധിമുട്ടിച്ചില്ല. അത്യാവശ്യം കുഴപ്പമില്ല നീങ്ങി. ഞാൻ തള്ളിക്കൊണ്ട് ഓട വരെ ചെയ്തേ. എൻ്റെ സ്റ്റാമിന ഉണ്ടല്ലോ, അവൻ കുറച്ച് ഞെട്ടിക്കുകയാണ്. പിന്നെ അതൊന്നും വെളിയിൽ കാണിച്ചില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു എനിക്ക് സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് തിരിച്ചിപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു കേസ് എനിക്ക് 4-5 ദിവസമായിട്ട് ഒരു നിവൃത്തില്ല. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട്. അതിനൊന്നും ഒരു വർക്ക് ഇടയ്ക്ക് കിട്ടത്തുള്ളൂ. അതും കിട്ടുന്നില്ല. അത് കിട്ടിയാൽ തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും എല്ലാം മാറാക്കും. 2-3 വർക്കിൽ അടുപ്പിച്ച് കിട്ടണം. ഇങ്ങനത്തെ കുറേ സീനൊക്കെ ആയതിൻ്റെ അവസാനം ഞാൻ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇതങ്ങ് എന്ത് ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാന്നുള്ള പ്ലാനെത്തുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വാശി പറയും. ഒരു മോട്ടിവേഷൻ പാട്ടായിട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ, അതായത് മൊത്തത്തിൽ എടുത്ത് ഈ പറഞ്ഞാൽ തിരിച്ച് ഫിറ്റ് ചെയ്ത് തിരിച്ച് വരുമ്പോൾ എനിക്ക് എല്ലാവരും അറിയുന്നില്ല, കറക്റ്റ് കണക്ഷൻ കൊടുത്തതിനകത്ത്. ഇപ്പം ഇതിലെ ആദ്യം വർക്ക് വരുന്ന സാധനത്തിൽ നിന്ന് വർക്ക് ചെയ്യാതിരുന്ന സാധനം എന്താണെന്ന് കാണിച്ചു തരാം. അതായത് ഈ ഒരു എന്താ പറയുക, ആദ്യം ഇതിനകത്ത് ഈ ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യുമായിരുന്നു. അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ന്യൂട്രൽ കത്തത്തില്ലായിരുന്നു. ഇപ്പോൾ ന്യൂട്രൽ കത്തുന്നുണ്ട്. ഈ ചാർജിന് ഇതിലേക്കൊന്ന് കത്തുമായിരുന്നു, അതും ഇപ്പോൾ കത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഡിമ്മും ബ്രൈറ്റ് ആദ്യം പോലെ ഉണ്ടായിരുന്നത് ഇപ്പോഴും കത്തുന്നുണ്ട്. മൊത്തം ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വണ്ടിക്കകത്ത് വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്കി കണക്ഷൻസ് എല്ലാം കൊടുത്തു. ബാക്കി ഹെഡ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും എല്ലാം വർക്ക് ചെയ്യാം. പക്ഷേ ഇടയ്ക്ക് ബ്രേക്ക് ലൈറ്റൊക്കെ ഒന്ന് മിസ്സിങ് കാണിക്കുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ വണ്ടി ഏകദേശം കുളമായിരിക്കും. പക്ഷേ ഇന്ന് വേറെ സന്തോഷമുള്ള ദിവസം. അത് ഇത്ര ഞാൻ പ്ലസൻ്റായിട്ട് ഒറ്റ ടേക്കിൽ തന്നെ വീഡിയോ എടുത്തു. സത്യം പറഞ്ഞ ലൈസൻസ് ഒരു ടേക്ക് അധികം എടുത്തിട്ടില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ. അപ്പം എനിക്ക് സംഭവിച്ച അബദ്ധം. അപ്പോൾ ആരും വണ്ടിയുടെ സോക്കറ്റിൻ്റെ അടുത്ത് കട്ട് ചെയ്യില്ല. മാത്രമല്ല ഒരു ഇങ്ങനെയുള്ള എന്തെങ്കിലും നശിപ്പിക്കുന്നതിന് മുമ്പ് 1000 തവണ ചിന്തിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഈ വണ്ടിയുടെ സാധനങ്ങൾ ഇന്ന് കിട്ടും എൻ്റെ കയ്യിൽ. അതായത് ഈ ഇഗ്നീഷൻ സെറ്റ് മാറും, അതുപോലെ ഇത്, പിന്നെ ബാറ്ററിയുടെ സെറ്റ് തുറക്കുന്ന ഇഗ്നീഷൻ്റെ സെറ്റും, പിന്നെ ഈ വയറിങ്ങിൻ്റെ സെറ്റുണ്ട് പറയുമ്പോൾ ഈ സ്വിച്ച്, പിന്നെ ഇത് ഓൾറെഡി ഇത് വരുന്നതാണല്ലോ ആക്സിലേറ്ററിൻ്റെ സൈഡിൽ ഇതും, മറ്റേ ആ വയറിങ്ങിൻ്റെ അകത്തുള്ള മെയിൻ സെറ്റ്. ഇത്രയും മാറുമ്പോൾ തന്നെ വണ്ടി പുതിയതായി. പിന്നെ പെയിൻറ്റ് അടിക്കാൻ കുറേ പ്ലാനൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ ഇന്നതെല്ലാം കിട്ടും എൻ്റെ കയ്യിൽ എന്തായാലും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ടാക്കോ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, റൈഡ് സേഫ്, ബൈ.